ഹിയറിംഗ് എയ്ഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട് ഹിയറിംഗ് എയ്ഡ് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ കുറേ ആളുകൾ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇന്ന് അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് പലർക്കും അറിയില്ല. അല്ലേ, ഹിയറിംഗ് എയ്ഡ് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് നമ്മൾ ഇട്ട് വെക്കുക. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ബോക്സ്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ ഒരു ബോക്സിലിട്ട് ഇങ്ങനെ അടച്ചു വെക്കും. എന്നാൽ ഇത് മാത്രം ചെയ്താൽ പോരാ, ഹിയറിംഗ് എയ്ഡ് ക്ലീൻ ചെയ്യാൻ വേറൊരു സംഭവം കൂടി ഉണ്ട്, എന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ് ഇതാണ്, സ്പോണക് ടെറ ++ൻ്റെ ഹിയറിംഗ് എയ്ഡ്. ഞാൻ യൂസ് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ്. അപ്പോൾ ഈ ഹിയറിംഗ് എയ്ഡ് ഒരുപാട് കാലം യൂസ് ചെയ്യണം. നമ്മൾ നല്ല വിലയുള്ള സാധനമാണ്. ഒരെണ്ണത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 38,000 രൂപ, സോറി 48,000 രൂപയാണ് ഒന്നിൻ്റെ വില. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. അതാണ് ഹിയറിംഗ് എയ്ഡ് ക്ലീൻ ചെയ്യുന്ന ഒരു ഡ്രയർ ബോക്സ് എന്ന് പറയും. ഇത് നമ്മൾ ഫുഡൊക്കെ മറ്റേ ചൂടാക്കാൻ വെക്കുന്ന ഓവൻ ഇല്ല, ഓവൻ പോലത്തെ ഒരു സാധനമാണ്. അത് ഇത് ചാർജർ കണക്ട് ചെയ്യുക. ചാർജർ ശേഷം ഇത് ഓണാണ്. ഇതൊരു ടച്ച് സ്ക്രീനാണ്, ഒരു കുറച്ച് നേരം പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് ഓണാകും. ഇത് ഓണായിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യാം. അത് ഹിയറിംഗ് എയ്ഡിൻ്റെ ബാറ്ററി ഇതാണ്. ബാറ്ററി അതിൻ്റെ സൈസ് 675 സൈസ്. ഇത് എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്തോ. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യാനായിട്ട്. പിന്നെ 100% ചാർജ് ഉണ്ട്. അടുത്ത ബാറ്ററി ചെക്ക് ചെയ്യാം. ഇതും 100% ചാർജ്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളത് കാണിച്ചു തരാം. ഞാൻ 60 മിനിറ്റാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതാണ് നമുക്ക് 120 മിനിറ്റ് ഇടാം, 180 മിനിറ്റ് ഇടാം. ഞാൻ 60 മിനിറ്റ് നേരത്തേക്കാണ് ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് വെക്കാൻ പോകുന്നത്. അത് ഹിയറിംഗ് എയ്ഡ് എടുത്ത് ഇങ്ങനെ വെക്കുക. ഈ ഭാഗം മറ്റേ ഹിയറിംഗ് എയ്ഡ് വന്ന് തിരിച്ചിങ്ങോട്ട്. ബാറ്ററീൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വെക്കും. നമുക്ക് ശേഷം ഇത് അടച്ച് വെക്കാം. ഇത് അടച്ചതിന് ശേഷം കൂടുതൽ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട്, അതായത് അത് വർക്കായിക്കൊണ്ടിരിക്കുക, പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 60 മിനിറ്റാണ് കാണിക്കുന്നത്. ഇപ്പം 59 ഏറെക്കുറെ നമ്മൾ 1 മണിക്കൂറിനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് 1 മണിക്കൂർ. ഇപ്പം സമയം 2:25 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3:20 ആകുമ്പോൾ ഏറെക്കുറെ 1 മണിക്കൂറായി. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഒരു ബോക്സ് ഞാൻ കാണിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ MRP 3,350 ആണ്. 3,000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അതിൻ്റെ കൂടെ അതിൻ്റെ ചാർജറിൻ്റെ കേബിളുണ്ടാവും. ഇതിൻ്റെ കൂടെ അഡാപ്റ്റർ കിട്ടുന്നതല്ല. ഇത് പറഞ്ഞേക്കുന്ന വോൾട്ടേജിനനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അത് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കത്തിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് എത്ര പെർസെൻറ്റേജ് എത്ര
പവറാണ് നമുക്ക് ആവശ്യമനുസരിച്ചുള്ള അഡാപ്റ്റർ മാത്രമേ യൂസ് ചെയ്യാൻ പോകുള്ളൂ. ഓക്കെ, താങ്ക് യു. സമയം ആകാറായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി. സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് സ്റ്റിയറിംഗിന് പുറത്തോട്ടുണ്ട്. പക്ഷെ നല്ല ചൂടായിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ ഇടയിൽ കാണുന്ന പൊടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കാണുന്ന പൊടി, വെള്ളം, വയർപ്പ് ഒക്കെ പോയിട്ടുണ്ട്. വീടുണ്ട്. ഈ ഒരു സാധനം ഈ കാണുന്ന കളറ് അതൊന്ന് ക്ലീൻ ആവത്തില്ല. ഈ ട്യൂബും മെഷീനിൻ്റെ പൊടികൾ മാത്രമേ ക്ലീൻ ആവുകയുള്ളൂ. കാരണം ഈ ഒരു ബഡ് സാധനത്തിന് പഴക്കമുള്ളതാണ്. നമുക്ക് ബാറ്ററി ഇട്ട് വെയിറ്റ് നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ നല്ലൊരു സൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും. ഈ സാധനം എപ്പോഴും നമ്മളൊരു ബാഗിലിട്ട് എടുത്ത് വെക്കണം. കാരണം ഇതിന് പൊടിയോ പാറ്റൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കേട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഊറുമ്പോൾ നമ്മളിപ്പോൾ മേശപ്പുറത്തൊക്കെ നോക്കുമ്പോൾ ഊറുമ്പോൾ അല്ലെങ്കിൽ പാറ്റ പല്ലിയൊക്കെ ഇതിലേക്ക് വീട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പൊടികളൊക്കെ ആയി കഴിഞ്ഞാൽ സാധനം കേട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെപ്പോഴും ഒരു കവറിങ് ചെയ്യുന്ന ഒരു ബാഗ് അല്ലെങ്കിൽ പൊടികളോ അഴുക്കുകളോ ഒന്നും പറ്റാത്തൊരു ബാഗിൽ കൂട്ടാക്കേണ്ടതാണ്. അടച്ചു വെക്കാം. ഓക്കെ, താങ്ക് യു.